നസ്കർ 2016 LDF നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ 552 പോയിന്റാണ് മദ്യനയം പറയുന്നത്. മദ്യം കേരളത്തിൽ ഗുരുതരമായ സാമൂഹ്യ വിപത്തായി മാറിയിട്ടുണ്ട്. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കാൻ സഹായകരമായ നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ സ്വീകരിക്കുക. മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇതിനായി സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ മാതൃകയിൽ അതിവിപുലമായ ജനകീയ ബോധവൽക്കരണ പ്രസ്ഥാനം രൂപം നൽകും എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊന്നും നടപ്പായില്ലെന്ന് മാത്രമല്ല, അത് അന്നുള്ളതിനേക്കാൾ എത്രയോ ശതമാനം ഇരട്ടി 10 മടങ്ങ് ബാറുകളും ഈ പറയുന്ന സകല സംവിധാനങ്ങൾ ഉണ്ടാവുന്നു. സർക്കാരിന് അതിൻ്റെ വരുമാനത്തിൽ കുത്തനെ വർധനമുണ്ടാവും, നല്ല കാര്യം. പക്ഷെ അപ്പോഴും ഒരു തിരുത്തുണ്ടാവുന്നില്ലെങ്കിൽ ഇത് ഒരു വഞ്ചനാസാക്ഷ്യമായി കിടക്കില്ലേ ആ പ്രകടന പത്രിക? ഹാഷ്മി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇടതുപക്ഷം ഒരുപക്ഷെ കൂടിയാലോചനയ്ക്കുള്ളൊരു സമയം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ്. കാരണം മദ്യനയത്തെ സംബന്ധിച്ച് കേരള അബ്കാരി പോളിസിയിൽ മാറ്റം വരുത്തണമെന്നുള്ളത് ഇടതുപക്ഷം കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിശ്ചയമായും ഇടതുമുന്നണിയുടെ ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കും എന്നു തന്നെയാണ്. ഇപ്പോൾ ഈ ഓൺലൈനായി വരിക എന്ന് പറയുന്നതിനപ്പുറം മദ്യവർജനം എന്ന് പറയുന്നത് ബോധവൽക്കരണത്തിലൂടെ മാത്രം നടപ്പിലാക്കപ്പെടേണ്ട ഒന്നാണ് എന്നുള്ളതാണ്. ഓരോ വ്യക്തിയും എടുക്കേണ്ട തീരുമാനമാണ് എങ്ങനെ അയാൾ മദ്യപിക്കണം, എങ്ങനെ അയാൾ മദ്യപാനത്തിൽ നിന്നും അകന്നു നിൽക്കണം എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആ വ്യക്തി എടുക്കുന്ന തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് വരിക എന്നുള്ളത്. ഇപ്പം ലഭ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാ പെട്ടിക്കടകളിലും മദ്യമുണ്ട് എന്നതുകൊണ്ട് അവിടെ മദ്യ ഉപഭോഗം ധാരാളമായി സംഭവിക്കുന്നു, അല്ലെങ്കിൽ മദ്യ ഉപഭോഗം ആ സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ വർദ്ധിച്ചു എന്നൊന്നും കണക്കുകൾ നമ്മുടെ മുന്നിൽ സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ അത് എല്ലായിടത്തും ലഭ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് ഉപയോഗിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയും തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ തീരുമാനം എടുക്കും എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനപ്പുറം ഇപ്പോൾ നിലവിലുള്ളത് ഒരു പുതിയ ലോകക്രമത്തിൽ, പുതിയ കാലഘട്ടത്തിൽ ഒരു സ്ഥാപനം, പൊതുമേഖലാ സ്ഥാപനം അനുവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ശ്രീമതി ഹർഷദ അട്ടലൂരി ഇത്തരമൊരു നിർദ്ദേശം രണ്ടാം തവണയും സർക്കാരിന് മുന്നിലേക്ക് വെക്കുന്നത്. സർക്കാരിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്ന ആ നിർദ്ദേശം അത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള ഇടതുമുന്നണിയും ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നുള്ളൂ. സർക്കാരിന്റെ മുന്നിൽ എന്താണ് വിലങ്ങായി നിൽക്കുന്നത്? ചെറിയ കാര്യമല്ല. മദ്യോപഭോഗം കൂടും എന്ന യാഥാർത്ഥ്യമാണോ, അതോ മന്ത്രി എം പി രാജേഷ് പറയുന്നത് പോലെ യാഥാസ്ഥിക സമൂഹത്തിന്റെ പ്രശ്നം, അല്ലെങ്കിൽ മണ്ണ് പാകമാകാത്തതിന്റെ പ്രശ്നം, കോൺഗ്രസ്സുകാർ എന്ത് പറയുന്നുള്ള പ്രശ്നം തുടങ്ങിയ ധർമ്മസങ്കടങ്ങളാണോ ശ്രീ ബി എൻ അസ്കർ? അങ്ങനല്ല ഹാഷ്മി, ആരെന്തു പറയുന്നു എന്നുള്ളതല്ല. ഇടതുപക്ഷം കാലാകാലങ്ങളിലായി എടുത്തിരിക്കുന്ന മദ്യനയത്തെ സംബന്ധിച്ചുള്ള ഇടതുപക്ഷ നയമുണ്ട്. അത് ഇതുവരെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് കാലാനുസൃതമായി മദ്യവർജനമാണ് ഇടതുപക്ഷത്തിൻ്റെ നയം. അല്ലാതെ മദ്യലഭ്യത സമൂഹത്തിൽ ആകമാനം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിന് ചെയ്യില്ല എന്ന ഉറപ്പാണ് പൊതുസമൂഹത്തിന് മുമ്പേ കൊടുത്തിട്ടുള്ളത്. ആ ഉറപ്പിന്മേൽ എന്ത് മാറ്റം വരുത്താനാകും, എന്ത് തിരുത്തലുകൾ വരുത്താനാകും എന്നുള്ളതാണ് ഇപ്പോൾ കണക്കുകൾ. നമ്മുടെ കണക്കുകളാണ് നമുക്ക് മുന്നിലുള്ളത്. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യാനുപാതം സ്വാഭാവികമായി നമുക്ക് തന്നെ ഹാഷ്മി, നമുക്ക് തന്നെ അറിയാം, കേരള ഹൈക്കോടതി പോലും ഒരു ഘട്ടത്തിൽ ചോദിക്കുകയുണ്ടായി കേരളത്തിലെ ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ ദയനീയ സ്ഥിതി, അവിടെ കാണുന്ന നീണ്ട ക്യൂ, സർക്കാരിന് നികുതി നൽകുന്ന ആ മദ്യപാനികൾ, മദ്യം വാങ്ങാൻ നിൽക്കുന്ന ആളുകൾ സ്വാഭാവികമായും അവർക്ക് ലഭിക്കേണ്ട സൗകര്യങ്ങൾ പോലും ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ ലഭിക്കുന്നില്ല എന്ന വലിയ സർക്കാരിന്റെ സാമ്പത്തിക മേഖലയുടെ പ്രധാന നട്ടലായി നിൽക്കുന്ന, ഇപ്പൊ ഞാൻ പറയുന്നത് ഫിലിപ്പോസ് പടിക്കൽ എന്ന് പറയുന്ന ആൾ ചെറിയ ആളല്ല. അദ്ദേഹം ഈ പറയുന്ന മദ്യപന്മാരുടെ സംഘടന ആളാണെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക നട്ടലായി നിൽക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തിന്റെ പ്രതിനിധി കൂടിയാണ്. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്ക് യഥേഷ്ടം സ്വന്തം ആരോഗ്യം കളഞ്ഞുകൊണ്ട് കോടികൾ ഒഴുക്കുന്ന അവർക്ക് ഈ പറയുന്ന കൊള്ളാവുന്ന ഒരു ക്യൂ കോംപ്ലക്സ് ഉണ്ടാക്കാൻ പറ്റാത്തത്? അതാരുടെ പിഴവാണ്. അല്ല അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ബിവറേജസ് ഔട്ട്ലെറ്റ് പ്രീമിയം ഔട്ട്ലെറ്റുകൾ വരുന്നു. ബെഫ്കോയുടെ കീഴിൽ നിരവധി പ്രീമിയം ഔട്ട്ലെറ്റുകൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല, ആ പ്രീമിയം ഔട്ട്ലെറ്റുകളിൽ സെൽഫ് പ്രൊക്യൂർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് പ്രീമിയം ഔട്ട്ലെറ്റുകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ പുതിയ കാലഘട്ടത്തിൽ എങ്ങനെ വാതിൽപ്പടികളിൽ ഉപ്പോട്ട് കർപ്പൂരം വരെ വീടുകളിൽ എത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് 10 മിനിറ്റിനുള്ളിൽ കേരളത്തിൽ പുതിയ സ്ഥാപനങ്ങൾ
ജിയോ മാർട്ട് അടക്കം നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിൽ ഇത്തരത്തിൽ ഭക്ഷ്യവസ്തുക്കളും തുണികളും എല്ലാ വസ്തുക്കളും നമ്മുടെ വീട്ടുപടിക്കൽ എത്തുന്നു എന്നതൊരു വസ്തുതയാണ്. ആ വസ്തുത കൂടി അതിന്റെ കൂടുതൽ ഒഡീഷയിലും വെസ്റ്റ് ബംഗാളും ഒക്കെ നടപ്പാകുന്നുണ്ട്.